കനത്ത മഴയിൽ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിൽ. 2 വീടുകൾ പൂർണ്ണമായും 10 വീടുകൾ ഭാഗികമായും തകർന്നു. കൊടുങ്ങല്ലൂരിൽ മരം കടപുഴകി വീണ തയ്യൽ കടയും കള്ളുഷാപ്പും തകർന്നു. ഒല്ലൂരിനും പുതുക്കാടിനുമിടയിൽ റെയിൽവേ ട്രാക്കിലേക്ക് മണ്ണിടിഞ്ഞ് അരമണിക്കൂറോളം ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ജില്ലയിൽ ഇടിമിന്നലേറ്റ് 2 പേർ മരിച്ചു. വലപ്പാട് വാഴൂരിൽ ഇടിമിന്നലേറ്റ് യുവതിയും വേലൂർ കുറുമാലിൽ ഗൃഹനാഥനും മരിച്ചു. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ ഇടിമിന്നലിൽ വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ കത്തി നശിച്ചു. ഷോളയാർ ആനക്കയത്ത് വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ കാട്ടാന ആക്രമിച്ചു. ഒരു കാറിനും ബൈക്കിനും ഭാഗികമായി കേടുപറ്റി. ആളപായമില്ല. മാള ജല അതോറിറ്റി ഓഫീസിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ കുത്തിയിരിപ്പ് സമരം. മേഖലയിലെ കുടിവെള്ള വിതരണം ജല അതോറിറ്റി നിർത്തിവെച്ചതിനെ തുടർന്നാണ് പ്രതിഷേധം. ചർച്ചയെ തുടർന്ന് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ജില്ലയിൽ കനത്ത മഴയിൽ പരക്കെ നാശം. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി. 3 മണിക്കൂർ കൊണ്ട് കുന്നംകുളം നഗരത്തിൽ 105 മില്ലിമീറ്റർ മഴ പെയ്തു. കുന്നംകുളം യൂണിറ്റി, മലങ്കര ആശുപത്രികളിൽ വെള്ളം കയറി. വിവിധ താലൂക്കുകളിലായി 2 വീടുകൾ പൂർണ്ണമായും 10 വീടുകൾ ഭാഗികമായും തകർന്നു. 3 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 55ഓളം പേരാണ് കഴിയുന്നത്. കനത്ത മഴയിൽ മാടക്കത്ര പുല്ലാനിക്കാട് പ്രദേശം വെള്ളക്കെട്ടിലായി. പുല്ലാനിക്കാട് മുതൽ പൊങ്ങണങ്കാട് വരെയുള്ള റോഡിൽ വെള്ളം കയറി. നിരവധി വീടുകൾ വെള്ളക്കെട്ട് ഭീഷണിയിലാണ്. കൊടുങ്ങല്ലൂരിൽ മരം കടപുഴകി വീണ തയ്യൽ കടയും കള്ളുഷാപ്പും തകർന്നു. തയ്യൽ തൊഴിലാളിക്ക് പരിക്കേറ്റു. ലോകമല്ലേശ്വരം പറപ്പുള്ളി ബസാറിലായിരുന്നു അപകടം. ശക്തമായ മഴയിൽ കടപുഴകിയ മരം സമീപത്തെ കള്ളുഷാപ്പിന്റെയും തയ്യൽ കടയുടെയും മുകളിലേക്ക് വീഴുകയായിരുന്നു. തയ്യൽ കടയുടെ ഭിത്തി തകർന്നു. അപകടത്തിൽ തയ്യൽ തൊഴിലാളിയായ പതിയാശ്ശേരി രാമചന്ദ്രന് പരിക്കേറ്റു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു നീക്കി. കനത്ത മഴയിൽ പെരുമ്പിലാവ് നഗരം വെള്ളത്തിൽ മുങ്ങി. കടകളിലേക്ക് വെള്ളം കയറി. റോഡിൽ വെള്ളം ഒലിച്ചു പോകാൻ ശാസ്ത്രീയമായ രീതിയിൽ കാനകൾ നിർമ്മിക്കാത്തതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമെന്ന് നാട്ടുകാരും വ്യാപാരികളും ആരോപിച്ചു. മഴ ശക്തി പ്രാപിച്ചതോടെ ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാനപാത പെരുമ്പിലാവ് സെന്ററിൽ അതിരൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെട്ടത്. മുല്ലശ്ശേരിയിൽ കനത്ത മഴയിൽ വീട് ഇടിഞ്ഞു താഴ്ന്നു. 12ാം വാർഡിൽ താമസിക്കുന്ന പാട്ടത്തിൽ പറമ്പിൽ സുകുമാരന്റെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞത്. കിണറിന്റെ ആൾമറയടക്കം താഴ്ന്നു പോയ നിലയിലാണ്. പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. ശക്തമായ കാറ്റിലും മഴയിലും പെരുമ്പിലാവ് പുതിയഞ്ചേരിക്കാവ് ക്ഷേത്രമുറ്റത്തെ വലിയ ആൽമരം കടപുഴകി വീണു. ക്ഷേത്ര മൈതാനത്ത് ആളുകളില്ലാത്തത് മൂലം അപകടമൊഴിവായി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആൽമരമാണ് പൂർണ്ണമായും നിലം പതിച്ചത്. കനത്ത മഴയിൽ ചാലക്കുടിയും സമീപ പ്രദേശങ്ങളും വെള്ളക്കെട്ടിലായി. മുരിങ്ങൂർ അടിപ്പാത, ചാലക്കുടി റെയിൽവേ അടിപ്പാത, ചാലക്കുടി സൗത്ത് ബസ് സ്റ്റാൻഡ്, ഹൗസിംഗ് കോളനി എന്നിവിടങ്ങളിലാണ് വെള്ളം കയറിയത്. മുരിങ്ങൂർ അടിപ്പാതയിൽ വെള്ളം കെട്ടിയത് വാഹന ഗതാഗതം തടസ്സപ്പെടുത്തി. റെയിൽവേ അടിപ്പാതയിലും പതിവ് പോലെ വെള്ളം ഉയർന്നു. നഗരസഭാ ബസ് സ്റ്റാൻഡിലും ഗതാഗതം തടസ്സപ്പെട്ടു. കനത്ത മഴയിൽ ഗുരുവായൂർ ക്ഷേത്ര നഗരി വെള്ളക്കെട്ടിലായി. ചൊവ്വല്ലൂർപ്പടിയിൽ 30ഓളം കടകളിൽ വെള്ളം കയറി. ലക്ഷങ്ങളുടെ നഷ്ടം. മമ്മിയൂർ ക്ഷേത്രത്തിന് മുന്നിലെ റോഡ് തോടായതോടെ ഗതാഗതം നിരോധിച്ചു. നളന്ദ ജംഗ്ഷൻ, മാവിൻചുവട്, കർണംകോട്ട് ബസാർ, അങ്ങാടിത്താഴം, കോട്ടപ്പടി, നെന്മിനി, പേരകം, വാഴപ്പുള്ളി, കാവീട് എന്നിവിടങ്ങളിലും വലിയ തോതിൽ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു. തിരുവങ്കിടത്ത് ചേറൂർ ജയന്റെ വീട്ടിൽ വെള്ളം കയറി. മമ്മിയൂർ അയ്യപ്പ ഭജന സംഘം ഓഫീസിലും വെള്ളം ഉയർന്നു. പല റോഡുകളിലൂടെയും ഗതാഗതം ദുഷ്കരമായി. നിരവധി വാഹനങ്ങൾ വെള്ളം കയറി കേടുവന്നു. തൃശൂരിലേക്ക് പോയിരുന്ന നിരവധി വാഹനങ്ങൾ ചൊവ്വല്ലൂർപ്പടിയിൽ കുടുങ്ങി. മണിക്കൂറുകൾ കാത്തുനിന്ന് വെള്ളം വലിഞ്ഞതിന് ശേഷമാണ് വാഹനങ്ങൾ പോയത്. ഔട്ടർ റിംഗ് റോഡിൽ വെള്ളം ഉയർന്നതിനെ തുടർന്ന് ഫയർഫോഴ്സ് ഓഫീസിലും വെള്ളം കയറി. ഉദ്യോഗസ്ഥർ മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്തു. രാവിലെ 9 മുതൽ 2.5 മണിക്കൂർ നേരമാണ് ശക്തമായ മഴ പെയ്തത്. വൈകുന്നേരത്തോടെ വെള്ളക്കെട്ടിന് ശമനമായി. കാനകൾ യഥാസമയം വൃത്തിയാക്കാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് ആരോപണമുയർന്നു. വർഷക്കാലത്തിന് മുൻപ് നഗരസഭ വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ നടത്തിയില്ലെന്നും ആക്ഷേപമുണ്ട്. TCV ഗുരുവായൂർ. ചേർപ്പിലും പരിസര പ്രദേശങ്ങളിലും ശക്തമായ മഴയിൽ വ്യാപകമായ വെള്ളക്കെട്ട് ഭീഷണി. ചേർപ്പ് പെരുമ്പള്ളിശ്ശേരി, തായംകുളങ്ങര, കാവിൽപ്പാടം, പടിഞ്ഞാറെ പെരുമ്പള്ളിശ്ശേരി, അമ്മാടം റോഡ് എന്നിവിടങ്ങളിലാണ് വെള്ളക്കെട്ട് ഭീഷണി നേരിടുന്നത്. റോഡുകളും വ്യാപാര സ്ഥാപനങ്ങളും വെള്ളക്കെട്ടിലായി. കാവിൽപ്പാടത്ത് പല വീടുകളിലും വെള്ളം കയറി. വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിലെ വെള്ളക്കെട്ട് മോട്ടോർ ഉപയോഗിച്ച് ഒഴിവാക്കി. പലയിടത്തും റോഡിന് ഇരുവശത്തുമുള്ള കാനകൾ തൃശൂർ കൊടുങ്ങല്ലൂർ റോഡ് പണിയെ തുടർന്ന് മൂടിപ്പോയ നിലയിലാണ്. മേഖലയിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്ന് നാട്ടുകാരും വ്യാപാരികളും ആവശ്യപ്പെട്ടു.
ശക്തമായ മഴയിൽ വേലൂർ കുറുമാലിൽ വീടിന് മുന്നിൽ വലിയ ഗർത്തം രൂപപ്പെട്ടു. തെക്കൂട്ട് ജിഷിൽ സുബ്രഹ്മണ്യന്റെ വീട്ടുമുറ്റത്താണ് ഗർത്തമുണ്ടായത്. വലിയ ശബ്ദത്തോടെ മണ്ണിടിഞ്ഞു വീഴുകയായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CF ജോയ്, വാർഡ് മെമ്പർ ബിന്ദു എന്നിവർ സ്ഥലം സന്ദർശിച്ചു. മതിലകം കൂളിമുട്ടത്ത് തെങ്ങ് വീണ വീട് ഭാഗികമായി തകർന്നു. കിള്ളിക്കുളങ്ങര സദാശിവന്റെ വീടാണ് തകർന്നത്. ആർക്കും പരിക്കില്ല. കുറാഞ്ചേരി പത്താഴക്കുണ്ട് തെങ്ങ് കടപുഴകിയ റോഡിന് കുറുകെ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മേഖലയിലെ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. റോഡിൽ താമസിക്കുന്ന തോമസിന്റെ പറമ്പിലെ തെങ്ങാണ് കാറ്റിൽ മറിഞ്ഞു വീണത്. വടക്കാഞ്ചേരി ഫയർഫോഴ്സ് ഓഫീസർ TK നിധീഷിന്റെ നേതൃത്വത്തിൽ തെങ്ങ് മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. കനത്ത മഴയിൽ ഇരിങ്ങാലക്കുട നഗരത്തിൽ വിവിധയിടങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ പൂതംകുളം ജംഗ്ഷന് സമീപം രൂപപ്പെട്ട കനത്ത വെള്ളക്കെട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഠാണാവിൽ കൊടുങ്ങല്ലൂർ ബസ് സ്റ്റോപ്പിന് സമീപം കടകളിലേക്ക് വെള്ളം കയറി. നഗരസഭാ ഓഫീസിനോട് ചേർന്നുള്ള പാർക്കും റോഡും പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി. പലയിടത്തും ജലനിധി കുടിവെള്ള പദ്ധതിക്കായി റോഡ് വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നതിനാൽ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കാത്തതാണ് വെള്ളക്കെട്ടിനിടയാക്കിയതെന്ന് ആക്ഷേപമുണ്ട്. റെയിൽവേ ട്രാക്കിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് 4 തീവണ്ടികൾ പിടിച്ചിട്ടു. ഒല്ലൂരിനും പുതുക്കാടിനുമിടയിൽ രാവിലെ 10:30 സംഭവം. എറവക്കാട് ഗേറ്റ് കടന്ന ശേഷം ഒല്ലൂർ സ്റ്റേഷന് മുൻപായിട്ടാണ് ട്രാക്കിലേക്ക് മണ്ണിടിഞ്ഞ് വീണത്. തിരുനെൽവേലി പാലക്കാട് പാലരുവി എക്സ്പ്രസ്, എറണാകുളം ബംഗളൂരു ഇന്റർസിറ്റി, തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി, തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസ് ട്രെയിനുകൾ പുതുക്കാട് സ്റ്റേഷനിൽ നിർത്തിയിട്ടു. 11 മണിയോടെ ട്രാക്കിലേക്ക് വീണ മണ്ണ് നീക്കിയ ശേഷം ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു. കുണ്ടുകടവ് കാനത്തോട് റെഗുലേറ്റർ നിർമ്മാണത്തിന്റെ അവശിഷ്ടങ്ങൾ മാറ്റിയില്ല. ചെങ്ങാലൂർ കുണ്ടുകടവിൽ വെള്ളപ്പൊക്ക ഭീതിയിൽ നാട്ടുകാർ. കുണ്ടുകടവിൽ റെഗുലേറ്റർ പണിയുന്നതിനാൽ സാധാരണ കെട്ടാറുള്ള മൺചിറ ഇത്തവണ കെട്ടിയിരുന്നില്ല. എന്നാൽ മഴ ശക്തമായതിനെ തുടർന്ന് പൊട്ടിയ മറ്റു മൺചിറകളുടെ അവശിഷ്ടങ്ങളും കുണ്ടുകടവിൽ വന്നടിയുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. മഴ ആരംഭിച്ചതു മുതൽ കുണ്ടുകടവിലെ അവശിഷ്ടങ്ങൾ നീക്കി പുഴയുടെ ഒഴുക്ക് സുഗമമാക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു. എന്നാൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടിയൊന്നുമുണ്ടായില്ല. അപ്രതീക്ഷിതമായി കാലവർഷം ശക്തമായതോടെ മാലിന്യം നീക്കാനാവാത്ത സ്ഥിതിയായി. ഇതോടെ പുഴയിൽ നീരൊഴുക്ക് തടസ്സപ്പെടുകയും പരിസര പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന ബജറ്റിൽ 28 കോടി അടങ്കലിൽ പണിയാരംഭിച്ച കാനത്തോട് റെഗുലേറ്റർ പാലത്തിന്റെ പണി ഇപ്പോഴും പാതിവഴിയിലാണ്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ചു. പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര, സെക്രട്ടറി ഉമാ ഉണ്ണികൃഷ്ണൻ, കൃഷി ഓഫീസർ PR കവിത, വില്ലേജ് ഓഫീസർ KR ബിന്ദു എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. പുഴയിലെ നീരൊഴുക്ക് സുഗമമാക്കി വെള്ളപ്പൊക്ക ഭീഷണി ഒഴിവാക്കാൻ പുഴയിലെ അവശിഷ്ടങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യാൻ കരാർ കമ്പനിയോട് ആവശ്യപ്പെട്ടതായി KM ബാബുരാജ് പറഞ്ഞു. TCV ന്യൂസ്, പുതുക്കാട്. ജില്ലയിൽ ഇടിമിന്നലേറ്റ് 2 പേർ മരിച്ചു. വലപ്പാട് കോതകുളം വാഴൂരിൽ ഇടിമിന്നലേറ്റ് യുവതി മരിച്ചു. വേളക്കാട്ട സുധീർ ഭാര്യ 42 വയസ്സുള്ള നിമിഷയാണ് മരിച്ചത്. വീടിന് പുറത്തെ ശുചിമുറിയിൽ കുളിച്ചുകൊണ്ടിരിക്കെയാണ് ഇടിമിന്നലേറ്റത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ശുചിമുറിയുടെ കോൺക്രീറ്റും തകർന്നു. ബൾബും ഇലക്ട്രിക് വയറും കത്തിക്കരിഞ്ഞ നിലയിലാണ്. വേലൂർ കുറുമാലിൽ ഇടിമിന്നലേറ്റ് ഗൃഹനാഥൻ മരിച്ചു. തലക്കോട്ടുകര ഞാലിക്കര EMS നഗറിൽ താമസിക്കുന്ന തോപ്പിൽ വീട്ടിൽ 47 വയസ്സുള്ള ഗണേശനാണ് മരിച്ചത്. കുറുമാലിൽ താമസിക്കുന്ന അമ്മയെ കാണുന്നതിനായി തറവാട്ട് വീട്ടിൽ എത്തിയതായിരുന്നു ഗണേശൻ. അമ്മയും സഹോദരനും സഹോദരന്റെ മകളും ഒന്നിച്ച് വീടിനകത്ത് സംസാരിച്ചിരിക്കുന്നതിനിടയിലാണ് മിന്നലേറ്റത്. ഉടൻ തന്നെ നാട്ടുകാർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പെയിന്റിംഗ് തൊഴിലാളിയാണ് മരിച്ച ഗണേശൻ. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് ഇടിമിന്നലിൽ വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ കത്തിനശിച്ചു. വീടിന് കേടുപാട് സംഭവിച്ചു. പുല്ലൂറ്റ് പന്തലാലുക്കൽ ക്ഷേത്രത്തിന് സമീപം നാലുമാക്കൽ പ്രേംലാലിന്റെ വീട്ടിലാണ് നാശനഷ്ടമുണ്ടായത്. ശക്തമായ ഇടിമിന്നലിൽ വീട്ടിലെ TV, ഫാനുകൾ തുടങ്ങിയവ കത്തിനശിച്ചു. ഇലക്ട്രിക് സ്വിച്ചുകൾ പൊട്ടിത്തെറിച്ചതായും വീട്ടുകാർ പറഞ്ഞു. വീടിന്റെ ടെറസിനും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. കുന്നംകുളത്ത് ഇടിമിന്നലിൽ വീടിന്റെ ചുമർ തകർന്നു. വൈദ്യുതി മീറ്റർ പൊട്ടിത്തെറിച്ചു. കാണിപ്പയ്യൂർ YMCA ഹാളിന് സമീപം പണ്ടാരപ്പറമ്പിൽ റഷീദിന്റെ വീട്ടിലാണ് അപകടമുണ്ടായത്. റഷീദിന്റെ ഭാര്യ ഷാഹിദ അടുക്കളയിൽ നിന്ന് പുറത്ത് കടന്ന ഉടനെയായിരുന്നു അപകടമുണ്ടായത്. തലനാരിഴയ്ക്കാണ് ദുരന്തം ഒഴിവായതെന്ന് റഷീദ് പറഞ്ഞു. ഇടിമിന്നലിന്റെ ആഘാതത്തിൽ വൈദ്യുതി മീറ്റർ കത്തിനശിക്കുകയും സ്വിച്ച് ബോർഡുകൾ പൊട്ടിത്തെറിക്കുകയും ചെയ്തു. അടുക്കളയിലെ ഡോറുകൾ ഇളകിത്തെറിക്കുകയും വീടിന് പുറത്തെ ചുമരിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്.
ഷോളയാർ ആനക്കയത്ത് വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ കാട്ടാന ആക്രമിച്ചു. ഒരു കാറിനും ബൈക്കിനും ഭാഗികമായി കേടുപറ്റി. ആളപായമില്ല. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് ആനക്കയം പാലത്തിന് സമീപത്തായിരുന്നു സംഭവം. മലക്കപ്പാറയിലേക്ക് വിനോദയാത്രയ്ക്ക് പോയ സംഘത്തിന്റെ കാറാണ് ആന ആക്രമിച്ചത്. കുട്ടിയോടൊപ്പം റോഡിന് തൊട്ടരികെയുള്ള പുൽത്തിട്ടയിൽ നിന്നിരുന്ന ആന ഹോണടി കേട്ടാണ് കാറിന്റെ അടുത്തേക്ക് പാഞ്ഞെടുത്തത്. ഇതിനിടെ നിർത്തിയ കാറിന്റെ ഡോറിൽ തുമ്പിക്കൈ കൊണ്ട് തട്ടി. തൊട്ടുപിന്നിൽ ബൈക്ക് യാത്രക്കാരായ 2 യുവാക്കൾ ഭയന്ന് വിറച്ച് താഴെ വീണു. എഴുന്നേറ്റ് ഇരുവരും തിരിച്ചോടി. ഇതിനിടെ ബൈക്കിന്റെ ഹാൻഡിലിൽ ആന ചവിട്ടുകയും ചെയ്തു. തൊട്ടു പിന്നാലെ എത്തിയ മറ്റൊരു കാറും സംഭവ സ്ഥലത്ത് കുടുങ്ങി. പിന്നീട് ആനയും കുട്ടിയും തിരിച്ച് കാട്ടിലേക്ക് പോയി. ഷോളയാർ റേഞ്ച് ഓഫീസിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി വിനോദസഞ്ചാരികളെ അവരുടെ വാഹനത്തിൽ ഓഫീസിൽ എത്തിച്ചു. കോതമംഗലത്ത് നിന്ന് മലക്കപ്പാറയിലേക്ക് പോയിരുന്ന സംഘത്തിൻ്റെതായിരുന്നു കാർ. എറണാകുളത്ത് നിന്നുള്ള യാത്രക്കാരായിരുന്നു ബൈക്കിലെത്തിയ യുവാക്കൾ. കുടിശ്ശിക അടയ്ക്കാത്തതിനാൽ മാള മേഖലയിലെ കുടിവെള്ള വിതരണം ജല അതോറിറ്റി നിർത്തിവെച്ചതോടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ ജല അതോറിറ്റി ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ചർച്ചയിൽ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ തീരുമാനമായി. മാള, പുത്തൻചിറ, വെള്ളാങ്കല്ലൂർ, കുഴൂർ, പൊയ്യ, അന്നമനട പഞ്ചായത്തുകളിൽ നിന്ന് മാർച്ച് വരെ 15.58 കോടി രൂപയാണ് വെള്ളത്തിന്റെ കുടിശ്ശികയായി ജല അതോറിറ്റിക്ക് കിട്ടാനുള്ളത്. അഷ്ടമിച്ചിറയിൽ ജല അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KV ബാബുവിന്റെ ഓഫീസിലാണ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സാജൻ കൊടിയൻ, ഡെയ്സി തോമസ്, PV വിനോദ് എന്നിവരുടെ നേതൃത്വത്തിൽ മെമ്പർമാരും ചേർന്ന് കുത്തിയിരിപ്പ് നടത്തിയത്. തുടർന്ന് ജലവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിലാണ് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചത്. മാർച്ച് മാസത്തിലെ കുടിശ്ശിക തുകയുടെ പകുതി ഒരാഴ്ചയ്ക്കുള്ളിൽ അടയ്ക്കാനുള്ള നിർദ്ദേശമാണ് ജല അതോറിറ്റി മുന്നോട്ട് വെച്ചത്. എന്നാൽ ഈ തുക കണ്ടെത്തുന്നത് സംബന്ധിച്ച് പഞ്ചായത്തുകൾക്ക് ധാരണയില്ല. കുടിശ്ശിക വരുത്തുന്നവരുടെ കുടിവെള്ള കണക്ഷൻ വിച്ഛേദിക്കാനും ജല അതോറിറ്റി നിർദ്ദേശിച്ചു. എന്നാൽ വെള്ളം കൃത്യമായി നൽകാൻ കഴിയാത്ത അവസ്ഥയിൽ ഗുണഭോക്താക്കളിൽ നിന്ന് നിരക്ക് ലഭിക്കാനുള്ള പ്രായോഗികമായ പ്രയാസങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉന്നയിച്ചു. ജലനിധി പദ്ധതിയിലേക്ക് മാറിയപ്പോൾ കൂടുതൽ നിരക്കാണ് ഗുണഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്നത്. കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചെങ്കിലും പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകാത്തതിനാൽ പ്രതിസന്ധി വീണ്ടും തുടർന്നേക്കും. TCV മാള. ഇരിങ്ങാലക്കുടയിൽ ബൈക്കിലെത്തി മാല പൊട്ടിച്ച കേസിലെ 1-ാം പ്രതി പിടിയിൽ. പാലാ സ്വദേശി അഭിലാഷിനെയാണ് ഇരിങ്ങാലക്കുട SI M അജാസ് സുധീറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കേസിലെ 2-ാം പ്രതി അങ്കമാലി മറ്റൂർ സ്വദേശി വാടേലിപ്പറമ്പിൽ വീട്ടിൽ കിഷോറിനെ നേരത്തെ പിടികൂടിയിരുന്നു. ഇക്കഴിഞ്ഞ ജനുവരി 20-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിന് തെക്കുവശം താമസിക്കുന്ന മാരാത്ത് കലവാണി വീട്ടിൽ ഗീതയുടെ 6 പവൻ സ്വർണ്ണമാലയാണ് ബൈക്കിലെത്തിയ 2-അംഗ സംഘം കവർന്നത്. വന്യജീവി ആക്രമണത്താൽ ജീവിതം ദുസ്സഹമായ തോട്ടം വനം മേഖലയിലെ ജനങ്ങൾക്ക് സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് മലയോര കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പാലപ്പള്ളി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. പാലപ്പള്ളി കാർഷികേതര സഹകരണ സംഘം മുൻ പ്രസിഡന്റ് ഷാജി മാത്യു ധർണ ഉദ്ഘാടനം ചെയ്തു. മലയോര കർഷക സംരക്ഷണ സമിതി പ്രസിഡന്റ് EA ഓമന അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ ജോജോ പിണ്ടിയാൻ, രജനി ഷിനോയ്, കർഷക സംരക്ഷണ സമിതി അംഗങ്ങളായ അന്തോണി പൊന്നാരി, EM ഫൈസൽ, ആലിക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. വലപ്പാട് എളയടത്ത് പാണ്ടൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. ശ്രീകോവിലിന്റെ പൂട്ട് പൊളിച്ച് വെള്ളിയിൽ തീർത്ത ഗോളകയും തിരുമുഖവും കവർന്നു. ക്ഷേത്രത്തിലെത്തിയ മേൽശാന്തിയാണ് മോഷണം നടന്ന വിവരം ആദ്യം അറിയുന്നത്. സ്റ്റോർ റൂം കുത്തി തുറന്നിട്ടുണ്ട്. വിരലടയാള വിദഗ്ധരും വലപ്പാട് പോലീസും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഗുരുവായൂർ ദേവസ്വം ചുമർചിത്ര പഠന കേന്ദ്രം 4ാമത് പ്രിൻസിപ്പാളായി M നളിൻ ബാബു ചുമതലയേറ്റു. ചുമർചിത്ര ആചാര്യൻ മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായരുടെ ശിഷ്യനായാണ് പഠനം പൂർത്തിയാക്കിയത്. 2003 മുതൽ ചുമർചിത്ര പഠന കേന്ദ്രത്തിൽ അധ്യാപകനായി. ചുമർചിത്ര പഠന കേന്ദ്രം പ്രിൻസിപ്പാൾ KU കൃഷ്ണകുമാർ മെയ് 31-ന് വിരമിച്ച ഒഴിവിലാണ് ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി നളിൻ ബാബുവിനെ പ്രിൻസിപ്പാളായി നിയമിക്കാൻ തീരുമാനിച്ചത്. നിരവധി ക്ഷേത്രങ്ങളിൽ ചുമർചിത്ര രചന നടത്തിയിട്ടുള്ള നളിൻ ബാബു കവി KB മേനോന്റെ മകനാണ്. ചിത്രശില്പകലകളെക്കുറിച്ച് ആനുകാലികങ്ങളിൽ ലേഖനങ്ങൾ എഴുതാറുണ്ട്. 1999-ൽ കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ ചിത്രകലാ ബഹുമതി ലഭിച്ചിട്ടുണ്ട്. ചാലക്കുടി പരിയാരത്ത് വീട്ടിൽ വ്യാജ ചാരായം നിർമ്മിച്ച് വിൽപ്പന നടത്താൻ ശ്രമിച്ച മധ്യവയസ്കനെ ചാലക്കുടി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. വാറ്റുപകരണങ്ങളും പിടിച്ചെടുത്തു. മണലായി വെങ്ങൂരാൻ വീട്ടിൽ റിജുവാണ് അറസ്റ്റിലായത്. വീട്ടിൽ നിന്നും 10 ലിറ്റർ ചാരായവും 80 ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും പിടിച്ചെടുത്തു. വീടിന്റെ അടുക്കള ഭാഗത്തായിരുന്നു ചാരായം നിർമ്മിച്ചത്. ചാലക്കുടി എക്സൈസ് ഇൻസ്പെക്ടർ SS സമീർ, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ ജേസൺ ജോസ്, KN സുരേഷ്, EP ദിബോസ്, PP ഷാജി തുടങ്ങിയവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു.
കൊടകര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ ശുചീകരണ ക്യാമ്പയിൻ ആരംഭിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് KG രജീഷ്, മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ KK സ്മിത, ഡോക്ടർ ആഗ്നസ് ക്ലീറ്റസ്, ഡോക്ടർ P ഗോപികൃഷ്ണൻ എന്നിവർ ക്യാമ്പയിന് നേതൃത്വം നൽകി. മഴ ശക്തമായതോടെ നാടും നഗരവും വെള്ളക്കെട്ടിൽ പൊറുതിമുട്ടുമ്പോൾ ഒന്നും ചെയ്യാനാകാതെ നിൽക്കുന്ന അധികൃതർക്ക് മാതൃകയാവുകയാണ് തൃക്കൂർ ആലയങ്ങാടുള്ള നാട്ടുകാർ. മഴ പെയ്താൽ വെള്ളം മുഴുവൻ കടകളിലും റോഡിലുമെത്തി വർഷങ്ങളോളം ദുരിതമനുഭവിച്ച ആലയങ്ങാടുള്ളവർ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ സ്വയം മുന്നിട്ടിറങ്ങുകയായിരുന്നു. കുന്നിൻ മുകളിൽ നിന്ന് കുത്തിയൊലിച്ചെത്തുന്ന മഴവെള്ളം ആലയങ്ങാട് സെന്ററിലും കടകളിലും വെള്ളക്കെട്ടുണ്ടാക്കുകയാണ് പതിവ്. കാനകൾ കവിഞ്ഞൊഴുകി വെള്ളം നേരെ കടകളിൽ കയറുന്നതോടെ നിരവധി നാശനഷ്ടവും ഇവിടെയുള്ള വ്യാപാരികൾ നേരിട്ടു. ഇതിനൊരു പരിഹാരം കാണാൻ ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും നടപടിയുണ്ടായില്ല. ഒടുവിൽ നാട്ടുകാരും വ്യാപാരികളും ചേർന്ന് പണം സ്വരൂപിച്ച് കാനയ്ക്ക് കുറുകെ ഇരുമ്പ് പൈപ്പുകൾ സ്ഥാപിച്ച് കൾവർട്ട് നിർമ്മിച്ച് ഒഴുകിയെത്തുന്ന വെള്ളം നിയന്ത്രിക്കുകയായിരുന്നു. കാലവർഷത്തിന് മുൻപ് നാട്ടുകാർ നിർമ്മാണം പൂർത്തീകരിച്ച പ്രവൃത്തികൾ എത്ര ഫലവത്താവുമെന്ന സംശയമുണ്ടായിരുന്നു. ഇത് നിർമ്മിച്ചവർ ഒരുപാട് പരിഹാസവും കേൾക്കേണ്ടി വന്നു. ഇത്തവണ മഴ ശക്തമായതോടെ സെന്ററും കടകളും വെള്ളക്കെട്ടിൽ നിന്ന് മോചനമായപ്പോൾ കയ്യടി നേടിയിരിക്കുകയാണ് ആലയങ്ങാടുള്ള നാടൻ എഞ്ചിനീയർമാർ. കുന്നിൻ മുകളിൽ നിന്ന് റോഡിലൂടെ ഒഴുകിയെത്തുന്ന മഴവെള്ളം തടഞ്ഞ് കാനയിലൂടെ ഒഴുക്കിവിടാൻ നാട്ടുകാർ ചേർന്നൊരുക്കിയ സംവിധാനം ഇപ്പോൾ അധികൃതർക്കും ആശ്ചര്യമാവുകയാണ്. TCV പുതുക്കാട്. കനത്ത മഴയെ തുടർന്ന് ആറങ്ങോട്ടുകര മണ്ണേങ്കാട്ട് കോളനിയിലെ ജനങ്ങൾ ദുരിതത്തിൽ. പ്രദേശത്തുള്ള കുന്നിൽ നിന്നും ഒലിച്ചിറങ്ങി വരുന്ന മണ്ണും ചെളിയും റോഡുകളിൽ നിറഞ്ഞതോടെ വാഹനങ്ങൾ പോകാൻ കഴിയാതെയായി. കിണറുകളിലും വീടുകളിലേക്കും ചെളിയും മണ്ണും ഒഴുകിയെത്തിയതോടെ കുടിവെള്ളം പോലും നഷ്ടമായ നിലയിലാണ്. പ്രദേശത്തുള്ള കുന്നിൽ പൈനാപ്പിൾ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയാണ് കുന്നിടിക്കുകയും മണ്ണ് നിരത്തുകയും ചെയ്തത്. ഈ മണ്ണാണ് ഒലിച്ചിറങ്ങിയത്. ദേശമംഗലം പഞ്ചായത്തിലെ ആറങ്ങോട്ടുകര മണ്ണേങ്ങോട്ട് കോളനിയിലേക്കുള്ള റോഡിലാണ് ഇപ്പോൾ ഞങ്ങളെല്ലാവരും നിൽക്കുന്നത്. അങ്ങോട്ട് പോകുന്ന വഴി ഇവിടെ കൈതച്ചക്ക നടാനാണെന്നുള്ള പേരിലാണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തൊട്ടു പുറകിൽ കാണുന്ന കുന്ന് ഇടിച്ച് അതിൽ നിന്നും ഉള്ള മഴവെള്ളം വന്നിട്ട് ആ ചെളിയും മറ്റും റോഡിലേക്ക് വന്ന് ഈ വഴിക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇവിടെ ആർക്കെങ്കിലും ഒരു അസുഖം പെട്ടെന്ന് ബാധിച്ച് അല്ലെങ്കിൽ ഒരു നെഞ്ചുവേദന വന്നാൽ പോലും ആ രോഗിയെ എടുത്തു കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ റോഡ്. ചാലക്കുടി പുഴയിലെ തടയണ ഷട്ടറുകൾ മാറ്റുന്ന പ്രവൃത്തികൾ ശനിയാഴ്ചയും നടന്നില്ല. പുഴയിലെ വെള്ളം കൂടിയതാണ് തടസ്സമായത്. പുഴയിലെ ജലവിധാനം കുറയ്ക്കുന്നതിന് പുരിങ്ങൽകുത്ത് ഡാമിൽ രാവിലെ മുതൽ വൈദ്യുതി ഉൽപ്പാദനം നിർത്തിവെച്ചു. തുമ്പൂർമുഴിയിലെ ഡൈവേർഷൻ കേന്ദ്രത്തിൽ 10:30 കനാലുകളും തുറന്നു. ഇടത് വലതുകര കനാലുകളിൽ 1 മീറ്റർ വെള്ളമാണ് തുറന്നുവിട്ടത്. പരിയാരത്തെ കൊമ്പൻപാറ തടയണയിലെ ഷട്ടറുകൾ നീക്കാനാണ് പഞ്ചായത്ത് അധികൃതർ ശ്രമിച്ചത്. ഇതിനിടെ തടയണയുടെ മറുഭാഗത്ത് പൂലാനിയിൽ നീരൊഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിൽ ഷട്ടറുകളുടെ ഒരു പലക മാത്രമാണ് മാറ്റാനായത്. 2 ദിവസമെങ്കിലും മഴ വിട്ടുനിന്നാൽ മാത്രമേ ഷട്ടറുകൾ പൂർണ്ണമായി മാറ്റാൻ സാധിക്കൂവെന്ന് ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു. കുന്നംകുളം ഉരുളിക്കുന്ന് നിവാസികളുടെ വർഷങ്ങളായുള്ള പരാതികൾക്ക് പരിഹാരമില്ല. മഴ കനത്തതോടെ ഉരുളിക്കുന്നത്ത് മണ്ണിടിച്ചിൽ തുടങ്ങി. 10ഓളം കുടുംബങ്ങളാണ് മണ്ണിടിച്ചിൽ ഭീതിയിൽ കഴിയുന്നത്. സ്വകാര്യ വ്യക്തിയുടെ ഉയർന്നു നിൽക്കുന്ന സ്ഥലത്തു നിന്നും ഏത് സമയവും താഴ്ന്ന ഭാഗത്തുള്ള വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ്. മഴ കനത്തതോടെ ചെറിയ തോതിൽ മണ്ണിടിച്ചിൽ തുടങ്ങി. മഴക്കാലമായാൽ ഈ വീട്ടുകാരിൽ കൂടുതൽ പേരും മാറി താമസിക്കാറാണ് പതിവ്. എന്നാൽ ഈ വർഷം പലർക്കും മാറി താമസിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. മഴ ശക്തമായതോടെ 10ഓളം കുടുംബങ്ങൾ ഭയപ്പാടോടെയാണ് ജീവിക്കുന്നത്. ഏത് നിമിഷവും മണ്ണിടിഞ്ഞ് വീടിന് മുകളിലേക്ക് പതിക്കാവുന്ന അവസ്ഥയിൽ ജില്ലാ കളക്ടർ, വില്ലേജ് ഓഫീസർ, തഹസിൽദാർ, നഗരസഭാ സെക്രട്ടറി എന്നിവർക്ക് കഴിഞ്ഞ വർഷം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മണ്ണെടുത്തു മാറ്റാൻ വില്ലേജ് അധികൃതർക്ക് നിർദ്ദേശം ലഭിച്ചുവെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. നിത്യവൃത്തിക്ക് പോലും വകയില്ലാതെ പ്രായം ചെന്ന രോഗികളാണ് ഇവിടെ താമസിക്കുന്നവരിൽ കൂടുതൽ പേരും. അധികൃതർ ഇടപെട്ട് സംഭവത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. മണ്ണിടിഞ്ഞു വീണ് മരണം സംഭവിച്ചാലും ഇനി വീട് വിട്ടുപോകില്ലെന്നാണ് പ്രദേശവാസികളുടെ തീരുമാനം. TCV ന്യൂസ്, കുന്നംകുളം. കൊതുകും കൂത്താടിയും നിറഞ്ഞ് മലിനജലത്താൽ ചുറ്റപ്പെട്ട ദുരിതത്തിലാണ് മണലൂർ പഞ്ചായത്തിലെ മാമ്പുള്ളി 19ാം വാർഡിലെ 20ഓളം കുടുംബങ്ങൾ. പാടശേഖരത്തിലെ ചീപ്പുകൾ തുറക്കാത്തതാണ് വെള്ളക്കെട്ടിന് കാരണം. അസഹ്യമായ ദുർഗന്ധമുള്ള കറുത്ത വെള്ളമാണ് പരിസരമാകെ. പകർച്ചവ്യാധി ഭീഷണിയുണ്ടായിട്ടും ആരോഗ്യവകുപ്പ് അധികൃതർ ഇടപെടാത്തത് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. സ്കൂൾ തുറക്കുന്ന വേളയിൽ നിവൃത്തിയില്ലാതെ കുട്ടികളുമായി ബന്ധുവീടുകളിലേക്ക് താമസം മാറ്റിയിരിക്കുകയാണ് പ്രദേശവാസികൾ.
നമ്മളെ ഇവിടെ മാമ്പുള്ളി പാടശേഖരത്തിൻ്റെ ആൾക്കാർ നമ്മുടെ ഇവിടേക്ക് വെള്ളം മനഃപൂർവ്വം ചെയ്യുന്ന പോലെ തന്നെ ഇപ്പോൾ കൊല്ലം അത് ഈ കൊയ്ത്ത് കഴിഞ്ഞാൽ ഈ നീരൊഴുക്ക് ഇതില്ലാത്ത സാധനങ്ങൾ മുഴുവൻ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അത് ജോൺസൺ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഇത് മുഴുവൻ മാറ്റിയുള്ളതാണ്. ഈ കൊല്ലം ഇപ്പം ഇങ്ങനെ ഇവർ മാറ്റാണ്ട് ഇവിടെ ചീപ്പ് തുറക്കാണ്ട് വെള്ളം ഇവിടെ കെട്ടി നിൽക്കുക, തൂങ്ങിയിട്ട് തെക്കുന്ന് വരുന്ന വെള്ളം മുഴുവൻ ഫുള്ള് കറുത്ത വെള്ളം, അഴുക്ക്, പിള്ളേർക്ക് എല്ലാവർക്കും അസുഖങ്ങളും കാര്യങ്ങളും. നമ്മുടെ വീടിൻ്റെ അകത്ത് മുഴുവൻ വെള്ളമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ വീടുകളിലും ഒക്കെ വെള്ളമാണ്, വെള്ളക്കെട്ട് ദുരന്തം. എല്ലാ കൊല്ലം ഇപ്പം 3 കൊല്ലമായി. താന്യം പിറവി സാംസ്കാരിക വേദിയുടെ വാർഷികാഘോഷം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TB മായ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത്, വാർഡ് മെമ്പർമാരായ സിജോ പുലിക്കോട്ടിൽ, ജിഷ്ണു പ്രേമൻ, സതി ജയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സാക്സഫോൺ സംഗീതം, പെരിങ്ങോട്ടുകര ആഞ്ജനേയ അവതരിപ്പിച്ച വട്ടക്കളി, കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവ നടന്നു. വായിക്കാതെ വളർന്നാലോ വളയും. അപ്പം നമ്മൾ വളഞ്ഞു നിൽക്കണം, നിവർന്ന്. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിരമിച്ച സബ് ഇൻസ്പെക്ടർമാരായ PR ഡേവിസ്, KP അരവിന്ദാക്ഷൻ, TR മനോഹരൻ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. ചാലക്കുടി DYSP R അശോകൻ യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സബ് ഇൻസ്പെക്ടർ സുനിൽകുമാർ ഊട്ടോളി അധ്യക്ഷനായിരുന്നു. ISHO M സുജാതൻ പിള്ള, SIമാരായ ദാസൻ മുണ്ടക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ തലത്തിൽ മികച്ച റാങ്കിംഗ് ഉള്ള NMIMS കൽപ്പിത സർവകലാശാലയുടെ പ്രോവോസ്റ്റും ഡീനുമായി അമേരിക്കൻ സർവകലാശാല പ്രൊഫസറും മറ്റത്തൂർ സ്വദേശിയുമായ ഡോക്ടർ ജസ്റ്റിൻ പോൾ അവിട്ടപ്പിള്ളി നിയമിതനായി. ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഇന്റർനാഷണൽ ജേണൽ ഓഫ് കൺസ്യൂമർ സ്റ്റഡീസിന്റെ ചീഫ് എഡിറ്ററായ ഡോക്ടർ ജസ്റ്റിൻ പോൾ ബ്രൈറ്റൺ യൂണിവേഴ്സിറ്റി, മുംബൈ IIT എന്നിവിടങ്ങളിൽ നിന്ന് PhD നേടിയിട്ടുണ്ട്. അവിട്ടപ്പിള്ളിയിലെ റിട്ടയർഡ് അധ്യാപകരായ പൗലോസ് അന്നം ദമ്പതികളുടെ മകനാണ്. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് വിരമിക്കുന്ന ജീവനക്കാർക്ക് യാത്രയയപ്പ് നൽകി. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ E സുഷമ, പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് സൂപ്പർവൈസർ CV അജിത കുമാരി, ഓഫീസ് അസിസ്റ്റന്റ് KV തങ്കമണി എന്നിവർക്കാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലെ ജീവനക്കാർ യാത്രയയപ്പ് നൽകിയത്. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KA ടോണി അധ്യക്ഷനായി. ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രകാശ് ജേക്കബ്, സെക്രട്ടറി അരുന്ധതി, PRO ബിന്ദു തുടങ്ങിയവർ നേതൃത്വം നൽകി. അന്നത്തെ കൂട്ടാളിയും ഇന്നത്തെ മെക്കാനിക്കൽ സഹായിച്ചു എന്നുള്ളത് പ്രശംസനീയമാണ്. ഏറ്റവും ബഹുമാനീയ അടച്ചുറപ്പുള്ള ചോർന്നൊലിക്കാത്ത വീട്ടിൽ അന്തിയുറങ്ങണമെന്ന 5ാം ക്ലാസ്സുകാരൻ ഷിജിന്റെ ആഗ്രഹം സഫലമാക്കി നൽകിയതിന്റെ നിർവൃതിയിലാണ് മനക്കുളങ്ങര കൃഷ്ണവിലാസം UP സ്കൂളിലെ പ്രധാനാധ്യാപിക PS സീമയും ഒപ്പം നിന്ന സുമനസ്സുകളും. കഴിഞ്ഞ മാർച്ചിൽ കുട്ടികളുടെ വീട് സന്ദർശിക്കുന്നതിനിടയിലാണ് ഷിജിന്റെ കുടുംബത്തിന്റെ ദയനീയാവസ്ഥ സീമ ടീച്ചർ മനസ്സിലാക്കിയത്. ഹൃദ്രോഗിയായ ഷാജി ഉഷ ദമ്പതികളുടെ ഒരേയൊരു മകനാണ് ഷിജിൻ. ഷാജിയുടെ ലോട്ടറി വിൽപ്പനയിലൂടെ ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിലാണ് ഈ കുടുംബം കഴിഞ്ഞുകൂടുന്നത്. അടച്ചുറപ്പില്ലാത്ത വീടിന് ശുചിമുറിയില്ലാത്തതാണ് ഇവരെ അലട്ടിയിരുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഈ കുടുംബത്തിന്റെ ദയനീയമായ സാഹചര്യം കണ്ടപ്പോൾ ഇവർക്ക് ചെറുതെങ്കിലും അടച്ചുറപ്പുള്ള ഒരു കൊച്ചുവീട് പണിത് നൽകണമെന്ന് പ്രധാനാധ്യാപിക സീമ ടീച്ചർ മനസ്സിൽ ഉറപ്പിച്ചു. ഒരുപാട് സുമനസ്സുകളെ സഹായിച്ചു. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 112 സ്പോൺസർമാരുണ്ട് ഈ പദ്ധതിക്ക്. നമ്മൾ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഒരു 3,01,000 സംതിങ് ചെലവ് വരുന്ന രീതിയിൽ ബോർഡും ഷീറ്റും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അടിഭാഗമൊക്കെ ടൈലിട്ടിട്ടുണ്ട്, പെയിന്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇഴജന്തുക്കളെ പേടിക്കാതെ ഞങ്ങളുടെ ഒരു മകന് വിദ്യാലയത്തിലേക്ക് ഈ വർഷത്തെ പ്രവേശനോത്സവത്തിലേക്ക് സന്തോഷത്തോടു കൂടി കയറി വരണം. അതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. കഷ്ടത അനുഭവിക്കുന്നവരോട് സഹതാപം കാണിച്ച് മാറി നിൽക്കുന്നതല്ല, സഹാനുഭൂതി പ്രകടിപ്പിച്ച് ചേർത്ത് പിടിക്കുന്നതാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ഈ അധ്യാപിക തന്റെ 1 മാസത്തെ ശമ്പളം വിദ്യാർത്ഥിക്ക് വീടൊരുക്കാനായി നീക്കിവെക്കാൻ തീരുമാനിച്ചു. വിദ്യാലയത്തിലെ സ്റ്റാഫായ സനലിനോട് ഈ ആശയം പങ്കുവച്ചപ്പോൾ തന്റെ 1 മാസത്തെ ശമ്പളം നൽകാൻ സനലും തയ്യാറായി. അങ്ങനെയാണ് സഹപാഠിക്കൊരു സ്നേഹവീട് എന്ന പേരിൽ മനക്കുളങ്ങര സ്കൂൾ ടീം വീട് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഈ കാരുണ്യ പ്രവർത്തനത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് 100-ലേറെ പേർ സഹായവുമായി മുന്നോട്ട് വന്നു. അടുത്ത അധ്യയന വർഷം തുടങ്ങും മുൻപേ വീടിന്റെ പണി പൂർത്തിയാക്കണമെന്ന നിശ്ചയദാർഢ്യത്തോടു കൂടിയ പ്രയത്നം ഒടുവിൽ ഫലം കണ്ടു. കഴിഞ്ഞ മാർച്ച് 27-ന് ആരംഭിച്ച പദ്ധതി വെറും 48 ദിവസം കൊണ്ട് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു. 3 ലക്ഷം രൂപ ചെലവിലാണ് പോർട്ടബിൾ രീതിയിലുള്ള വീട് പണി തീർത്തത്. സർക്കാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പിന്നീട് ഈ കുടുംബത്തിന് വീട് അനുവദിച്ച് കിട്ടുകയാണെങ്കിൽ
ഇപ്പോൾ നിർമ്മിച്ച വീട് അഴിച്ചുമാറ്റി മറ്റൊരു സ്ഥലത്ത് ഏതെങ്കിലും നിർധന കുടുംബത്തിന് സജ്ജമാക്കി കൊടുക്കാവുന്ന തരത്തിലാണ് ഇതിന്റെ നിർമ്മിതിയെന്ന് സഹപാഠിക്കൊരു വീട് പദ്ധതിയുടെ കോർഡിനേറ്റർ കെ സനൽ പറഞ്ഞു. 38 ദിവസം കൊണ്ട്, അതായത് നമ്മൾ വെള്ളപ്പൊക്കം അങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ ചെയ്യുന്ന മോഡലുള്ള രീതിയിലാണ് ഞങ്ങൾ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഷിജിന് ഇപ്പോൾ വീടില്ല, പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ ലൈഫ് പദ്ധതിയോ മറ്റേതെങ്കിലും സന്നദ്ധ സംഘടന വഴി അവർക്ക് വീട് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വീട് ഇതേപോലെ തന്നെ പൊളിച്ച് വേറൊരു വ്യക്തിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഞങ്ങളുടെ സ്കൂളിലത്തെ മറ്റുള്ള വിദ്യാർത്ഥികൾക്കും ഇതുപോലെ അവശതകൾ അനുഭവിക്കുന്ന കുട്ടികളുണ്ടായിരിക്കാം, സമൂഹത്തിലുണ്ടായിരിക്കാം, അവർക്കും കൂടി കൊടുക്കാവുന്ന സഞ്ചരിക്കുന്ന ഒരു വീടാണിത്. ഞായറാഴ്ച രാവിലെ നടക്കുന്ന ലളിതമായ ചടങ്ങിൽ വീടിന്റെ താക്കോൽ ഷിജിന് കൈമാറും. തിങ്കളാഴ്ച സ്കൂൾ തുറക്കുമ്പോൾ പുതിയ വീട്ടിൽ നിന്നാകും ഷിജിൻ മനക്കുളങ്ങര സ്കൂളിലേക്ക് എത്തുക. TCV കൊടകര. കടങ്ങോട് പഞ്ചായത്തിലെ 8ാം വാർഡിൽ ജൽജീവൻ മിഷൻ പദ്ധതി അട്ടിമറിച്ചതിനെ തുടർന്ന് വിവിധ മേഖലകളിൽ റോഡുകൾ തകർന്നുവെന്നും അങ്കണവാടിയിൽ വെള്ളം കയറിയെന്നും വാർഡ് മെമ്പർ MP ധനീഷ് ആരോപിച്ചു. ജൽജീവൻ മിഷൻ പദ്ധതി അട്ടിമറിച്ച് അശാസ്ത്രീയമായി എടുത്ത കുഴികളും പണി പൂർത്തീകരിക്കാതെയുള്ള അനാസ്ഥയുമാണ് റോഡുകൾ തകരാൻ കാരണമായത്. വെള്ളർക്കാട് ആദൂർ ചിങ്ങംകാവ് റോഡും വെള്ളർക്കാട് പുളിഞ്ചോട് റോഡും വാദ്യാറമഠം റോഡും എന്നിവയാണ് തകർന്നത്. വാട്ടർ അതോറിറ്റിയും പഞ്ചായത്തും കാണിക്കുന്ന അനാസ്ഥ ജനങ്ങളുടെ ജീവൻ അപകടമാണെന്നും ജൽജീവൻ മിഷൻ പദ്ധതിക്ക് വേണ്ടി കീറിയ കാനകൾ ശരിയാക്കി റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നും വാർഡ് മെമ്പർ ധനീഷ് പറഞ്ഞു. ആദൂർ റോഡിൽ അടിഞ്ഞുകൂടിയ മണ്ണും വലിയ കല്ലുകളും കൃഷ്ണപ്രസാദ്, അനിൽ, അക്ഷയ്, വൈഷ്ണവ്, അസി, ഹരിദാസ്, ലിസി, റഷീദ എന്നിവരുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു. പഞ്ചായത്തിലെ 8ാം വാർഡിലെ ഇന്ന് രാവിലെ പെയ്ത ശക്തമായ മഴയിൽ വിവിധ റോഡുകൾ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ അംഗൻവാടിയിലേക്ക് വെള്ളം കയറി. ഇതിൻ്റെയൊക്കെ മൂല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജലജീവൻ മിഷൻ്റെ ഭാഗമായിട്ട് വാട്ടർ അതോറിറ്റി ഇവിടെ കുറേ കുഴികൾ കുഴിച്ചിട്ടുണ്ട്. അവരെ പൈപ്പ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അശാസ്ത്രീയമായ രീതിയിൽ പല മേഖലകളിലും പഞ്ചായത്തിൻ്റെ പല മേഖലകളിലും ഇങ്ങനെ ചെയ്തിട്ട് അവർ പണി പൂർത്തീകരിക്കാതെ പോലും പഞ്ചായത്ത് അതിൻ്റെ മുകളിൽ നടപടികൾ സ്വീകരിക്കാത്തതൊക്കെയാണ് ഇത്തരം ഈ കെടുതികൾക്ക് കാരണമായിട്ടുള്ളത്. ഈ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്തും നടപടി കണ്ടശ്ശാംകടവ് ഫ്രാൻസിസ് ലൈനിലെ കരിക്കൊടി റോഡിന് സമീപത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ തറ ഇടിഞ്ഞു താഴ്ന്നു. കുളത്തിനോട് ചേർന്ന് നിൽക്കുന്ന ബസ് സ്റ്റോപ്പ് ഏത് സമയത്തും തകർന്നു വീഴാവുന്ന സ്ഥിതിയാണ്. താൽക്കാലികമായി അപകട സൂചനയ്ക്കായി ടാർ വീപ്പകൾ വെച്ചിട്ടുണ്ടെങ്കിലും അടിയന്തരമായി അധികൃതർ ഇടപെട്ട് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ അപകടാവസ്ഥ ഒഴിവാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ബൈക്കിൽ ജോലിക്ക് പോകുന്നതിനിടെ ഗൃഹനാഥൻ കുഴഞ്ഞു വീണ് മരിച്ചു. മുല്ലശ്ശേരി പറമ്പൻതളി സ്വദേശി 50 വയസ്സുള്ള ഷാജിയാണ് മരിച്ചത്. എളവള്ളി പാറ റോഡിൽ കുഴഞ്ഞു വീണ ഷാജിയെ നാട്ടുകാർ പാവറട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പാവറട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ചാലക്കുടി അന്നനാട് പാമ്പൂത്തറ കേന്ദ്രീകരിച്ച് മദ്യവിൽപ്പന നടത്തിയിരുന്ന യുവാവിനെ ചാലക്കുടി ഡിവൈഎസ്പി R അശോകന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. പാമ്പൂത്തറ പെരുമ്പടത്തി വീട്ടിൽ രാജുവാണ് അറസ്റ്റിലായത്. ഇയാളിൽ നിന്ന് 10 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടികൂടി. കൊരട്ടി സർക്കിൾ ഇൻസ്പെക്ടർ NA അനൂപ്, ഡാൻസ് ഓഫ് ടീം അംഗങ്ങളായ BG സ്റ്റീഫൻ, സതീശൻ മടപ്പാട്ടിൽ, റോയ് പൗലോസ്, PM മൂസ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. സർക്കാർ സംവിധാനമായ ചിട്ടി ആർബിട്രേഷൻ ഓഫീസ് പ്രവർത്തിക്കണമെങ്കിൽ കോടതി ഉത്തരവോ പരാതിയോ വേണമെന്ന അവസ്ഥയെന്ന് പരാതി. തൃശൂരിൽ പ്രവർത്തിക്കുന്ന ചിട്ടി തർക്ക പരിഹാര ഓഫീസ് എല്ലാ വർഷവും മാർച്ച് 31 വരെയാണ് തുറക്കാൻ അനുമതിയുള്ളത്. തുടർച്ചാനുമതി കിട്ടുന്നതിനായി ആവശ്യക്കാർ കോടതി ഉത്തരവുമായി എത്തണമെന്ന അവസ്ഥയിലാണ്. ചിട്ടി സ്ഥാപനം നടത്തുന്ന മാള സ്വദേശി ഷാൻഡി ജോസഫ് തട്ടകത്ത് കഴിഞ്ഞ വർഷവും ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂല ഉത്തരവ് നേടിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മാർച്ച് 31 വരെ പ്രവർത്തിച്ചെങ്കിലും തുടർച്ചാനുമതി ഇല്ലാതായപ്പോൾ മുൻ കോടതി ഉത്തരവുമായി നികുതി വകുപ്പ് സെക്രട്ടറിക്ക് പരാതി നൽകി. നികുതി വകുപ്പ് ഇക്കാര്യത്തിൽ നയപരമായ തീരുമാനം എടുക്കാത്തതാണ് പ്രതിസന്ധികൾക്ക് ഇടയാക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കനത്ത മഴയിൽ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിൽ. 2 വീടുകൾ പൂർണ്ണമായും 10 വീടുകൾ ഭാഗികമായും തകർന്നു. കൊടുങ്ങല്ലൂരിൽ മരം കടപുഴകി വീണ തയ്യൽ കടയും കള്ളുഷാപ്പും തകർന്നു. ഉല്ലൂരിനും പുതുക്കാടിനുമിടയിൽ റെയിൽവേ ട്രാക്കിലേക്ക് മണ്ണിടിഞ്ഞ് അരമണിക്കൂറോളം ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ജില്ലയിൽ ഇടിമിന്നലേറ്റ് 2 പേർ മരിച്ചു. വലപ്പാട് വാഴൂരിൽ ഇടിമിന്നലേറ്റ് യുവതിയും വേലൂർ കുറുമാലിൽ ഗൃഹനാഥനും മരിച്ചു. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ ഇടിമിന്നലിൽ വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ കത്തിനശിച്ചു. ഷോളയാർ ആനക്കയത്ത് വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ കാട്ടാൻ ആക്രമിച്ചു. ഒരു കാറിനും ബൈക്കിനും ഭാഗികമായി കേടുപറ്റി. ആളപായമില്ല. മാള ജല അതോറിറ്റി ഓഫീസിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ കുത്തിയിരിപ്പ് സമരം. മേഖലയിലെ കുടിവെള്ള വിതരണം ജല അതോറിറ്റി നിർത്തിവെച്ചതിനെ തുടർന്നാണ് പ്രതിഷേധം. ചർച്ചയെ തുടർന്ന് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.